റിപ്പോർട്ടർ ബ്രേക്കിംഗ്. 1 ലക്ഷം രൂപ ലിമിറ്റുള്ള ക്രെഡിറ്റ് കാർഡിൽ നിന്ന് 3,40,000 രൂപ തട്ടിയെടുത്തതായി പരാതി. കോഴിക്കോട് അത്തോളി സ്വദേശി വിനോദ് VM-നാണ് പണം നഷ്ടമായത്. സിബിൽ സ്കോർ കുറവാണെന്ന് പറഞ്ഞു വന്ന വാട്സാപ്പ് കോളിന് പിന്നാലെയാണ് പണം നഷ്ടമായത്. കോഴിക്കോട് സ്വദേശിയുടെ ഫോൺ നമ്പറാണ് തട്ടിപ്പിന് ഉപയോഗിച്ചത്. ഫോൺ നമ്പറിന്റെ ഉടമയും നേരത്തെ തട്ടിപ്പിന് ഇരയായിട്ടുണ്ട്. SBIന്റെ കാർഡ് പറഞ്ഞാണ് കോൾ വരുന്നത്. ഞങ്ങളെ സിബിൽ സ്കോർ കുറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. കുറച്ച് പൈസ ഇപ്പം ഡ്യൂ എമൗണ്ടിലേക്ക് അടയ്ക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ അക്കൗണ്ടിലുള്ള 15,000 രൂപ ഞാൻ അക്കൗണ്ടിലേക്ക് അപ്പോൾ തന്നെ അടച്ചു കൊടുത്തു. പിന്നെ എൻ്റെ ഫോണിൻ്റെ അകത്തേക്ക് ഒരു APK ഫയൽ എന്ന് പറഞ്ഞിട്ട് SBI APK എന്ന് പറഞ്ഞ ഫയൽ കാണുന്നത്. അതൊന്ന് സാർ ഇപ്പോൾ തുറന്ന് നോക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് കാർ ഓടിക്കുന്നതായതുകൊണ്ട് ചിലപ്പോൾ ആ സമയത്ത് അറിയാതെ തുറന്നു പോയിട്ടുണ്ടാവും. അത്രയും എനിക്ക് അതിനെപ്പറ്റി വ്യക്തമായ ധാരണയുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ക്യാഷ് ക്ലിക്ക് പേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എൻ്റെ ഫോണിൻ്റെ അകത്തേക്ക് നിരന്തരം അന്ന് 8-ാം തീയതി 8/6 സംഭവിക്കുന്നത്. ഞാൻ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് ഈ കക്ഷിക്ക് അയച്ചു കൊടുത്ത് അയാൾ പറഞ്ഞു നിങ്ങളെ കാർഡ് അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്, നിങ്ങൾക്ക് വേറെ ചാർജൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. 3,40,000 രൂപയാണ് ഇവർ പല സ്ഥലത്തുനിന്ന് സൂററ്റ്, അഹമ്മദാബാദ്, പിന്നെ നോയിഡ അങ്ങനെ കുറേ സ്ഥലങ്ങളിൽ നിന്നൊക്കെയാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാനത് അറിയുന്നില്ല. എൻ്റെ കാർഡിന് ആകെയുള്ള ലിമിറ്റ് 1 ലക്ഷം രൂപയാണ്. സിനോജ് തോമസ് വിവരങ്ങളുമായി ചേരുകയാണ്. സിനോജ്, ഒരു കോൾ വന്നു, ആ കോൾ അറ്റൻഡ് ചെയ്തു, അതിന് പിന്നാലെ ഇത്രയധികം പണം നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് പരാതി. തീർച്ചയായിട്ടും മാധു, പലതരത്തിലുള്ള ഡിജിറ്റൽ തട്ടിപ്പുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ തട്ടിപ്പിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് തട്ടിപ്പിന് ഇരയായ ആൾ മലയാളിയാണ്. ഈ തട്ടിപ്പ് നടത്തിയ ആൾ മറുതലക്കിൽ നിന്ന് ഫോൺ വിളിച്ചതും മലയാളത്തിലാണ്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇതിനു മുൻപ് നമ്മൾ പലതവണ വാർത്ത നൽകിയിട്ടുള്ളതാണ്. വാട്സപ്പിൽ .apk ഫയൽ വന്നു കഴിഞ്ഞാൽ, അതായത് ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഫയൽ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നോക്കിയാൽ ഒരു ഇമേജാണ് തോന്നും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരു ആപ്പിൻ്റെ ഫയലാണ്. അത് ഓട്ടോമാറ്റിക്കായിട്ട് ഫോണിൽ ഇൻസ്റ്റാൾ ആവും. നമ്മുടെ ഫോണിലുള്ള എല്ലാ രേഖകളും അതിൻ്റെ പിന്നിലുള്ള തട്ടിപ്പുകാർക്ക് കൊണ്ടുപോകാൻ സാധിക്കും. ഇതിലും അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. അദ്ദേഹം കാർ ഡ്രൈവ് ചെയ്യുന്ന സമയത്താണ് സിബിൽ സ്കോർ കുറവാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കോൾ വരുന്നു. ഉടൻ പണം അടയ്ക്കാൻ പറയുന്നു. പണം അടച്ച ഉടനെ തന്നെ .apk ഫയൽ വരുന്നു. അദ്ദേഹം അത് തുറന്നു നോക്കുന്നു. ആ തുറന്നതോടുകൂടി തന്നെ അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള എല്ലാ പാസ്വേഡ് ഉൾപ്പെടെ ഈ തട്ടിപ്പുകാർ കൊണ്ടുപോകുന്നു. അങ്ങനെയാണ് കഴിഞ്ഞ ജൂൺ 8 മുതൽ 18 വരെയുള്ള തീയതികൾക്കിടയിൽ 14 തവണകളായിട്ട് തമിഴ്നാട്, സൂറത്ത്, നോയിഡ, അഹമ്മദാബാദ് തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നാണ് ഇത്തരത്തിൽ 3,40,000 രൂപ തട്ടിയെടുക്കുന്നത്. പക്ഷേ 1 ലക്ഷം രൂപ മാത്രം ലിമിറ്റുള്ള കാർഡാണ്. അതുമായി ബന്ധപ്പെട്ട് ബാങ്കിൽ അന്വേഷിച്ചപ്പോൾ ബാങ്ക് അധികൃതർ പറയുന്നത് താങ്കൾ തന്നെ ലിമിറ്റ് വർദ്ധിപ്പിക്കാൻ വേണ്ടി അപേക്ഷ നൽകിയെന്നാണ് പറയുന്നത്. പക്ഷേ ഇദ്ദേഹം വിനോദ് അപേക്ഷ നൽകിയിട്ടില്ല. ഈ തട്ടിപ്പുകാരാണ് ഇത്തരത്തിൽ അപേക്ഷ നൽകി കാർഡിൻ്റെ ലിമിറ്റ് വർദ്ധിപ്പിച്ച് കൂടുതൽ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. ഏതായാലും ഈ വിനോദിന് വന്ന വാട്സപ്പ് കോളിൻ്റെ നമ്പർ എന്ന് പറയുന്നത് കോഴിക്കോട് സ്വദേശിയായ ഒരു ഗിരീഷ് എന്ന് പറഞ്ഞ വ്യക്തിയുടെ നമ്പറാണ്. ഞാൻ അദ്ദേഹവുമായി ബന്ധപ്പെട്ടിരുന്നു. അദ്ദേഹം ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റിൽ ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തിനും ഇതേ രീതിയിൽ തന്നെ ഇതിനു മുൻപ് തട്ടിപ്പിന് ഇരയായിരുന്നു. 40,000 രൂപ അദ്ദേഹത്തിനും ക്രെഡിറ്റ് കാർഡിൽ നിന്ന് നഷ്ടമായിരുന്നു. അദ്ദേഹം വാട്സപ്പ് ഈ നമ്പറിൽ ഉപയോഗിക്കുന്നില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട് പോലീസിൽ പരാതി നൽകിയിരുന്നു. അതുകൊണ്ട് അത്തോളി പോലീസ് ഈ പരാതിന്മേൽ അന്വേഷണം നടത്തി വരികയാണ്. എങ്ങനെയാണ് ഇത്തരത്തിൽ മലയാളിയുടെ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ മറ്റൊരു മലയാളി പറ്റിക്കപ്പെട്ടിരിക്കുന്നത്, എങ്ങനെയാണ് ഇത്തരത്തിൽ ഈ APK ഫയൽ അയച്ചു നൽകിക്കൊണ്ട് ഇത്തരത്തിൽ പണം തട്ടിയെടുത്തിരിക്കുന്നത്, ഇതിൽ കേരളത്തിലുള്ള ആർക്കെങ്കിലും ബന്ധമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് പോലീസ് അന്വേഷിക്കുന്നത്. ആലോചിച്ച് നോക്കണം എത്ര വലിയ ക്രിമിനൽ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന്. ഒരാളുടെ ക്രെഡിറ്റ് കാർഡിന്റെ ലിമിറ്റ് വർദ്ധിപ്പിക്കാനുള്ള അപേക്ഷ അയാൾ അറിയാതെ ഈ ക്രിമിനൽ സംഘം കൊടുക്കുന്നു. അത് അംഗീകരിച്ച് കിട്ടുന്ന മുറയ്ക്ക് സിബിൽ സ്കോർ ഉയർത്തി നൽകാം എന്ന് പറഞ്ഞുകൊണ്ട് ഇയാളെ വിശ്വസിപ്പിച്ച് ആ പണം തട്ടിയെടുക്കുന്നു. അങ്ങനെയാണ് ഓരോ ദിവസവും ഓരോ തട്ടിപ്പിന്റെ പുതിയ കഥകൾ വരുന്നത്. സിനോജ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇതിനപ്പുറത്തു നിന്നും ഇപ്പുറത്തു നിന്നും സംസാരിച്ച ആളടക്കം മലയാളത്തിൽ സംസാരിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ തട്ടിപ്പിന്റെ വ്യാപ്തി കൂടുതൽ